അപ്പോൾ കുറേ ആളുകൾ കുറേ ചോദ്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ റിപ്പിറ്റേറ്റീവായിട്ട് വന്ന ഒരു ചോദ്യമാണ് ഈ കൊമേഴ്സ് +2 കഴിഞ്ഞ ആളുകൾക്ക് എന്തൊക്കെ ചെയ്യാം. സാധാരണ പൊതുവെ കേൾക്കുന്നത് ബികോമും BBAയും ചെയ്യലല്ലേ, അതിനപ്പുറത്തേക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. നോക്ക്, കൊമേഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഡിഗ്രികളാണ് ബികോമും BBAയും. കരിയറുകൾ വളരെ ഡിഫറൻ്റായ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ കൊമേഴ്സിൻ്റെ ഒരു കോർ ഏരിയ എന്ന് പറയുന്നത് ഒന്ന് ഓഡിറ്റിങ്ങും അക്കൗണ്ടിങ്ങും ചേർന്നൊരു ഭാഗമാണ്, അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിംഗ്. രണ്ടാമത്തത് ബിസിനസ് സ്റ്റഡീസ്, ബിസിനസ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്. മൂന്നാമത്തത് ഫിനാൻഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് കൺട്രോൾ, ഫിനാൻഷ്യൽ സ്ട്രാറ്റജിസ്റ്റുകളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഫിനാൻസ് ആൻഡ് കൺട്രോൾ എന്ന് പറയാൻ പറ്റുന്ന ഏരിയകൾ. വിശാലമായ അർത്ഥത്തിൽ കൊമേഴ്സിൻ്റെ കോർ ഏരിയകൾ ഇതാണ്. നോക്ക്, ഇതിൽ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളെ കുറിച്ച് നമുക്ക് ധാരണയുണ്ട്. CA, CMA, ACCA പോലുള്ള കോഴ്സുകൾ. ഇത്തരം കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കൊമേഴ്സ് തന്നെ ആവണം എന്നില്ല, പക്ഷേ കൊമേഴ്സ് ഉള്ള ആളുകൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കൊമേഴ്സ് പൊതുവെ എടുക്കുന്ന ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്? കൊമേഴ്സിനോടുള്ള ഭയങ്കര പ്രണയം കൊണ്ടല്ല കൊമേഴ്സ് എടുക്കുന്നത്, മറിച്ച് സയൻസിനോടുള്ള വിരോധം കൊണ്ടാണ്. ആ ആറ്റിറ്റ്യൂഡിലാണ് കൊമേഴ്സ് എടുത്തതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കൊമേഴ്സ് കഴിഞ്ഞ ആളുകൾ CA, CMAയിലേക്ക് വരുമ്പോൾ നമ്മളൊരു വളരെ ലിബറലായ, വളരെ ഡയല്യൂട്ടഡായ ഒരു കണ്ടൻറ്റ് പഠിച്ച ആളുകൾ അല്ലെങ്കിൽ കരിക്കുലത്തിൽ നിന്ന് വന്ന ആളുകൾ എന്ന നിലക്ക് ഒരുപാടൊന്നും പഠിച്ചില്ലെങ്കിലും കൊമേഴ്സ് രക്ഷപ്പെടുമെന്ന ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് വരുന്നതെങ്കിൽ അത് CAക്കും CMAക്കും ACCAക്കും ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഈ CA, CMA, ACCA പോലുള്ള കോഴ്സുകൾക്ക് അക്കാഡമിക് കൺസിസ്റ്റൻസിയാണ് അക്കാഡമിക് ബ്രില്യൻസിനേക്കാൾ ഏറ്റവും പ്രധാനം. 99, 99.9, 98, 97% മാർക്ക് വാങ്ങി എന്നതുകൊണ്ട് മാത്രം CA, CMA, ACCA പോലുള്ളത് ഗ്യാരണ്ടീഡ് അല്ല. മറിച്ച് ദിവസവും ഒരു 4 മണിക്കൂറെങ്കിലും ഇരുന്ന് മെനക്കെടാനും പ്രിപ്പയർ ചെയ്യാനും തയ്യാറാവുന്ന ആറ്റിറ്റ്യൂഡുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു CA, CMA പോലുള്ളത് മേക്കപ്പ് ചെയ്യാൻ പറ്റൂ. അതിലൂടെ ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിങ്ങിലേക്ക് വരാം. ഇനി ഓഡിറ്റിങ്ങും അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിൽ വർക്ക് ചെയ്യണം, അക്കൗണ്ടൻ്റായിട്ടെങ്കിലും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് CAയും CMAയും ഇല്ലെങ്കിലും BCom എടുത്ത് അക്കൗണ്ട്സ് പ്രാക്ടീസ് ചെയ്ത് അതിനുശേഷം MCom ഫിനാൻസ് ഒക്കെ എടുത്ത് നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, ഏത് മേഖലയിലേക്ക് വന്നാലും ഇപ്പോഴുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് ഒരു AI ടൂളുകൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി കരിയർ ഓറിയൻറ്റേഷൻ ഉണ്ടാവും. ഇനി ബിസിനസ് സ്റ്റഡീസ് ഒരു വലിയൊരു ഏരിയയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ 75ലധികം ഡിഫറൻ്റായ സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാമുകൾ ഈ ബിസിനസ് സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്. ബിസിനസ് സ്റ്റഡീസ് നമ്മൾ ഡയറക്റ്റ് പറയുമ്പോൾ അതിൽ വരുന്നത് BBA കോഴ്സ് തന്നെയാണ്. BBA തന്നെ വീണ്ടും ഒരുപാട് സ്പെഷ്യലൈസേഷൻ, ഫിനാൻസ് വരുന്നുണ്ട്, HR വരുന്നുണ്ട്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വരുന്നുണ്ട്, ഇൻ്റർനാഷണൽ ബിസിനസ് വരുന്നുണ്ട്, ലോജിസ്റ്റിക്സ് വരുന്നുണ്ട്, ട്രാവൽ ആൻഡ് ടൂറിസം വരുന്നുണ്ട്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, ഏവിയേഷൻ മാനേജ്മെൻറ്റ് ഒരു കരിയറായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. BBAയിൽ അങ്ങനെ ഒരു വളരെ പെർട്ടിക്കുലറായ ഒരു സ്പെഷ്യലൈസേഷനും എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഫിനാൻസ് കിട്ടിയാൽ തമ്മിൽ ഭേദം എന്ന നിലക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ബാക്കിയെല്ലാം ആഡ് ഓൺ ആയിട്ടോ മാസ്റ്റേഴ്സിലോ ചെയ്താൽ മതി എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് ഒരു ഓപ്ഷനാണ്. ഇനി ബിസിനസ് സ്റ്റഡീസിൽ തന്നെ ഒരുപാട് വ്യതിരിക്തമായ വ്യത്യസ്തമായ മേഖലകളുണ്ട്. ആ മേഖലകളെ കുറിച്ച് ഞാനൊന്ന് വേറെ തന്നെ എക്സ്ക്ലൂസീവായിട്ട് പറയാം. നോക്ക്, 2 കാര്യങ്ങൾ ഇത്. അപ്പോൾ അക്കൗണ്ട്സിലേക്ക് വരാൻ നമുക്ക് BCom എടുത്തിട്ട് പോവാം. BBA എടുത്താൽ ബിസിനസ് സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടതിലേക്ക് വരാം. പൊതുവെ കൊമേഴ്സ് കഴിഞ്ഞാൽ BCom ആണോ BBA ആണോ ഏറ്റവും നല്ലത് എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, റിലേറ്റീവ്ലി നല്ലത് BCom ആണ്. കാരണം എന്താ, BComന് കുറച്ചുകൂടി ഗവൺമെൻറ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുണ്ട്. അതുപോലെ തന്നെ BCom കഴിഞ്ഞ ആളുകൾക്ക് കുറച്ചുകൂടി ഒരു ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിലേക്ക് വരാം എന്നതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസിലേക്കും വരാം. ബിസിനസ് സ്റ്റഡീസിലേക്ക് വരാൻ BBA തന്നെ ആവണം എന്നില്ല. ഇനി ബിസിനസ് സ്റ്റഡീസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, ബിസിനസ് സ്റ്റഡീസിലേക്ക് പോവാൻ BBA തന്നെ ആവണം എന്ന് എക്സ്ക്ലൂസീവായിട്ട് അത് തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. BCom പഠിച്ചാൽ MBAക്ക് പോവാം. ഇനി മാനേജ്മെൻറ്റ് ഓറിയൻറ്റേഷൻ ബിസിനസ് വരുന്ന ഒരുപാട് സെഗ്മെൻറ്റുകളുണ്ട് അല്ലേ.
കോർപ്പറേറ്റ് ലീഗൽ അഫയേഴ്സും കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിലേക്കും വരാം, ലീഗൽ മാനേജ്മെൻറ്റിലേക്ക് വരാം. അപ്പോൾ LLB എടുത്തിട്ട് MBA എടുക്കാം. ദെൻ അതുപോലെ തന്നെ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതെടുത്ത് ഡിസൈനിങ്, അഡ്വർടൈസിങ് മാനേജ്മെൻറ്റോ കമ്മ്യൂണിക്കേഷൻ മാനേജ്മെൻറ്റോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏരിയയിലേക്ക് ആ ഒരു ഏരിയയിൽ മാനേജ്മെൻറ്റ് കൊണ്ടുപോകും. ഹോസ്പിറ്റാലിറ്റി, ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സുകൾ ഏതെങ്കിലും കഴിഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ് ഏരിയയിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മീഡിയ റിലേറ്റഡ് ആയി കഴിഞ്ഞിട്ട് മീഡിയ മാനേജ്മെൻറ്റോ അഡ്വർടൈസിങ് മാനേജ്മെൻറ്റോ പോലുള്ള ഏരിയകളിലേക്ക് മാറാം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് കണക്റ്റഡ് ആവുന്ന ഒരുപാട് മേഖലകൾ, കോഴ്സുകൾ, ഏരിയകൾ, അവന്യൂസ് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് മൊത്തത്തിൽ പറയുന്നത്. ഇനി ഞാൻ മൂന്നാമത്തൊന്ന് ഫിനാൻസ് ആൻഡ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട കോർ ഏരിയയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ശരിക്കും എന്താ അവർ ചെയ്യുന്നത്? അക്കൗണ്ടന്റ്മാരും ഓഡിറ്റർമാരും പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻറ്റേഷനുകൾ ബേസ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത് സ്റ്റാറ്റസ് എന്താണ് എന്ന് നോക്കുകയും പിന്നീട് അങ്ങോട്ട് കമ്പനിയുടെ ഒരു സ്ട്രാറ്റജി ഫിക്സ് ചെയ്ത് കട്ട് ഓഫ് ചെയ്യേണ്ടത് കട്ട് ഓഫ് ചെയ്യുകയും റവന്യൂ പാറ്റേൺ ഡെവലപ്പ് ചെയ്യേണ്ടത് ഡെവലപ്പ് ചെയ്യുകയും ഒരു സ്ട്രാറ്റജി 2 months, 3 months, 6 months, 1 year, 2 years ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക, പോളിസി ഉണ്ടാക്കുക എന്ന നിലക്കൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഫിനാൻഷ്യൽ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ്. MFC പോലുള്ള കോഴ്സുകൾ MBA ഫിനാൻസ് എടുത്തതിന് ശേഷമോ CA CMA എടുത്ത ആളുകളും ഈ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ പോലുള്ള സ്ട്രാറ്റജിസ്റ്റുകൾ പോസ്റ്റുകളിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ നമുക്ക് ഒരു ഫിനാൻസ് ആൻഡ് കൺട്രോൾ രസകരമായൊരു മേഖലയാണ്. പക്ഷേ ആളുകൾക്ക് പലർക്കും അങ്ങനെ ഒരു ഓപ്ഷൻസിനെ കുറിച്ച് അറിയില്ല. അക്കൗണ്ട്സും ഓഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട CA CMA കോഴ്സുകളും BBAയും BCOMും അറിയാമെന്നല്ലാതെ മറ്റ് പലതിനെക്കുറിച്ചും അറിയാത്തൊരു ധാരണയില്ലായ്മ പൊതുവേ നമുക്ക് കാണാറുണ്ട്. അതുകൊണ്ട് ഇത് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി മറ്റൊരു ഓപ്ഷൻ നമുക്ക് IT വേണമെങ്കിൽ പോവാം. കൊമേഴ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഹ്യൂമാനിറ്റീസുകാർക്ക് എല്ലാവർക്കും ഓപ്പൺ ആണ്. +2 തലത്തിൽ മാത്സും കമ്പ്യൂട്ടർ സയൻസും ഒന്നും പഠിക്കണം എന്നില്ല. പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഏത് സ്ട്രീം ആയിരുന്നാലും BCA വിതൗട്ട് മാത്തമാറ്റിക്സ് നമുക്ക് കയറാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. BCA ബേസായിട്ട് അതിൽ കാര്യമായിട്ട് സിമ്പിൾ അരിത്തമെറ്റിക്കാണ് വരിക. ലീനിയർ ഇക്വേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മാത്തമാറ്റിക്സിൽ ഭയങ്കര ടഫ് അല്ലാത്ത ഏരിയകൾ വരും. മാത്സ് ബേസ് ചെയ്തുകൊണ്ടുള്ള കൊമേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടി മച്ച് ബെറ്റർ, അത്രേ ഉള്ളൂ. ദെൻ BCA എടുത്തു കഴിഞ്ഞാൽ BCA ഒരു ഡിഗ്രി എന്ന നിലക്ക് അതിൽ കോഡിങ് കാര്യമായിട്ട് വരുന്നുണ്ട് മാത്സിനേക്കാൾ. ദെൻ കോഡിങ്ങിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് കരിയർ ഡെവലപ്പ് ചെയ്യാം. പക്ഷേ AI ഇൻ്റഗ്രേഷൻ വരുന്നതോടെ കോഡർമാരുടെ ചാൻസ് ഒക്കെ ഒരു എൻട്രി ലെവൽ ജോബുകളൊക്കെ ഇല്ലാതാവില്ല എന്ന ആശങ്കകൾ നിലനിൽക്കുന്നത് കൊണ്ട് കോഡിങ് ആലോചിച്ചിട്ട് അതിൽ എക്സ്പെർട്ടീസ് ഉണ്ടാക്കാൻ വേണ്ടി അതിൽ ഫുൾ സ്വിങ്ങിൽ വെറും BCA പഠിച്ചങ്ങ് പോയാൽ പോരാ, മറിച്ച് BCA പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കോഡിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും കൂടി ചെയ്താൽ IT ആ അർത്ഥത്തിൽ BCA ഉപകാരപ്രദം. BCAയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഡിസൈനിങ്ങിലേക്ക് വരാം, BCAയിൽ നിന്ന് സൈബർ സെക്യൂരിറ്റിയിലേക്ക് വരാം, ARഉം VRഉം ഓഗ്മെൻറ്റ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും പോലത് UI UX ഡിസൈനിങ്ങിലേക്ക്, ഗെയിം ഡിസൈനിങ്ങിലേക്ക്, ഇത്തരം ഏരിയകളിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാൻ കഴിയും. IT മാനേജ്മെൻറ്റിലേക്കും ഓണ്ടർപ്രണർഷിപ്പിലേക്കും സ്റ്റാർട്ടപ്സിലേക്കൊക്കെ ബിസിനസ് സ്റ്റഡീസ് പഠിച്ച് പിന്നീട് BCA കഴിഞ്ഞിട്ട് ബിസിനസ് സ്റ്റഡീസ് പഠിച്ചാൽ നന്നാവും. അപ്പോൾ IT ഒരു സെഗ്മെൻ്റായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ വരുന്ന ഒന്ന് ലീഗൽ സ്റ്റഡീസാണ്. ലീഗൽ സ്റ്റഡീസിൽ നമുക്കൊരു കോർപ്പറേറ്റ് ലീഗൽ മാനേജ്മെൻറ്റ്, കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിലേക്ക് വരുന്ന രീതിയിൽ കോർപ്പറേറ്റ് ലീഗൽ അഡ്വൈസർ എന്ന പോസ്റ്റിൽ നിൽക്കാനൊക്കെ വേണ്ടി നമുക്ക് LLB എടുത്ത്, അതും പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് LLB പഠിക്കാം. ഇതൊന്നും മറ്റൊന്ന് ലിറ്റിഗേഷനാണ്. ലിറ്റിഗേഷനിൽ ഒരു ഘട്ടം വരെയൊക്കെ ചാൻസ് ഉണ്ട്, പക്ഷേ അത് ഭയങ്കര നന്നായി സ്ട്രഗിൾ ചെയ്യേണ്ട മെനക്കെടേണ്ട ഒരു ഏരിയയാണ് ഇത് ലിറ്റിഗേഷൻ. അത് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട LLBയുടെ ഒരു ഏരിയ ജുഡീഷ്യറിയാണ്. ഞാൻ പറയുന്നത് രസകരമായൊരു കരിയർ ഓപ്ഷനാണത്. അതുപോലെ ഭയങ്കര പവർഫുള്ളായൊരു കരിയർ ഓപ്ഷൻ എന്നാൾക്ക് നമുക്ക് വേണമെങ്കിൽ ജുഡീഷ്യറി ട്രൈ ചെയ്യാവുന്നതാണ്. ഈ ജുഡീഷ്യറി ഉൾപ്പെടുന്ന കരിയർ ഓറിയൻറ്റേഷനിൽ LLB വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്നതുപോലെ LLBക്ക് വേറൊരു പ്രാധാന്യമുള്ളത് സിവിൽ സർവീസിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് സിവിൽ സർവീസിന് LLB എടുക്കാം. LLB കഴിഞ്ഞിട്ട് MBA, MLL കഴിഞ്ഞ് MHRM, LLB കഴിഞ്ഞ് MSW. ഇത്തരം കോമ്പിനേഷനുകൾ ഡിഫറൻ്റായി വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന കോമ്പിനേഷനുകളാണ്. ഇത് വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്. ഇനി അടുത്തത് നോക്കി നിങ്ങൾ മീഡിയ ഒരു വലിയ സമുദ്രം പോലെ കിടക്കുന്ന ഒന്നാണ്. പ്രിൻ്റ് മീഡിയകളിലെ കാലം അസ്തമിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ഒരു പാരലൽ കമ്മ്യൂണിക്കേഷൻ എന്നത് പതുക്കെ ഇല്ലാതാകുകയും ഒരു വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ലോകം ഗതി മാറുകയും ചെയ്യുമ്പോൾ പ്രിൻ്റ് ജേർണലിസത്തിൽ നിന്ന് കുറച്ചുകൂടി നേരെ പോകുന്നത് വിഷ്വൽ മീഡിയയിലേക്കായിരിക്കും. പ്രത്യേകിച്ച് ഗ്രാഫിക്സും ആനിമേഷനും എഡിറ്റിങ്ങും വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒന്നിച്ച് പഠിപ്പിക്കുന്ന വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സുകളോ കമ്മ്യൂണിക്കേഷൻ ഡിസൈനിങ്, ആനിമേഷൻ ഫിലിം ഡിസൈനിങ് പോലുള്ള ബാച്ചലർ ഓഫ് ഡിസൈനിങ് പ്രോഗ്രാമുകളോ ക്രാഫ്റ്റ്
ക്രാഫ്റ്റുകൾക്ക് പുറമെ നമുക്ക് ക്രാഫ്റ്റ് ഡിസൈനിങ്ങുകളുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രാഫ്റ്റ് ആൻഡ് ഡിസൈനിങ് കൊണ്ടും വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജയ്പൂരുള്ളത്, അതിലൊക്കെ വ്യത്യസ്തമായ ഒരുപാട് പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. ദെൻ ഫാഷൻ കമ്മ്യൂണിക്കേഷൻ, ഫോട്ടോ ഡിസൈനിങ് പോലുള്ള ഡിസൈനിങ്ങിൻ്റെ അതിവിപുലമായ മേഖലകൾ വരുന്നതിന് പ്രത്യേകിച്ച് സയൻസ് ഒന്നും വേണ്ടതില്ല. ആർക്കിടെക്ചറിന് മാത്രമേ പെർട്ടിക്കുലറായിട്ട് സയൻസ് വേണ്ടതുള്ളൂ. മാത്സ് ഫിസിക്സ് വേണം എന്നുള്ളത് നിർബന്ധം പറയുന്നത്. അതേ സമയത്ത് ഈ പറഞ്ഞ ബാച്ചിലർ ഓഫ് ഡിസൈനിങ് പ്രോഗ്രാമുകൾക്ക് സയൻസ് വേണമെന്ന് നിർബന്ധമില്ല, കൊമേഴ്സുകാർക്കും അപ്ലൈ. അപ്പോൾ ഡിസൈനിങ് ഒരു ഏരിയയാണ്. ഇതിന് പുറമെ രസകരമായ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ മാനേജ്മെൻ്റ് ഒരു ഏരിയയാണ്. പ്രത്യേകിച്ച് പെട്ടെന്ന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ സാധ്യതയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. പ്രത്യേകിച്ച് ജോയിൻ എൻട്രൻസ് എക്സാം, നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ടെസ്റ്റൊക്കെ എഴുതി അങ്ങനെ കയറാം. ദെൻ അത് കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റും ഇത്തിഹാദും എമിറേറ്റ്സ് ഒക്കെ പോലുള്ള ഏവിയേഷൻ കമ്പനികളിലേക്ക് വരെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇനി അതിന് പുറമെ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഹോസ്പിറ്റാലിറ്റി ഒക്കെ കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ കോഴ്സുകളൊക്കെ ചെയ്തിട്ട് ദെൻ പ്രത്യേകിച്ച് കുക്കറി ആയിട്ട് ബന്ധപ്പെട്ടത്, കൺഫെക്ഷണറി ആയിട്ട് ബന്ധപ്പെട്ടത് അതൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത് വേണമെങ്കിൽ പോകാവുന്നതാണ്. അപ്പോൾ അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കുക. ട്രാവൽ ആൻഡ് ടൂറിസം മറ്റൊരു ഏരിയയാണ്. പ്രത്യേകിച്ച് BA ട്രാവൽ ആൻഡ് ടൂറിസം, ദെൻ BBA ട്രാവൽ ആൻഡ് ടൂറിസം ഒക്കെ എടുക്കുമ്പോൾ ഏവിയേഷൻ മാനേജ്മെൻറ്റ് പോലുള്ള കോഴ്സുകൾ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി രസകരമായ കരിയർ ഓപ്ഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് ട്രാവൽ ആൻഡ് ടൂറിസം, ദെൻ മറ്റൊന്ന് നമ്മൾ പറയുന്നത് വളരെ സ്പെസിഫിക്കായ ഒരുപാട് ബിസിനസ് സ്റ്റഡീസ് പ്രോഗ്രാമുകൾ, അത്തരം പ്രോഗ്രാമുകളിലേക്ക് നമുക്ക് പിന്നീട് മാറാം. അപ്പം ബാങ്കിങ്ങിലേക്ക് വരാം, ഇൻഷുറൻസിലേക്ക് വരാം, ദെൻ ആക്ച്വറീസും സർട്ടിഫൈഡ് ആക്ച്വറി പോസ്റ്റും ഇൻഷുറൻസും ആ അർത്ഥത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കരിയറുകളാണ്. ദെൻ അതിൽ കുറച്ചുകൂടി ഒരു മാത്തമാറ്റിക്സ് ഓറിയൻറ്റേഷൻ, സ്റ്റാറ്റിക്കൽ ഓറിയൻറ്റേഷൻ ചോദിക്കാറുണ്ട്. BCom പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിംഗ് കുറച്ചുകൂടി നന്നായി ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കും എന്നതുകൊണ്ട് BComൽ നിന്ന് ഇത്തരം മേഖലകളിലേക്ക് മാറുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, BCom എടുക്കുമ്പോൾ ഈ പറഞ്ഞ ഡൈവേഴ്സായ ഒരുപാട് ഓപ്ഷൻസ് കിട്ടും എന്ന് മാത്രമല്ല, BCom വെച്ചതുകൊണ്ട് തന്നെ ഗവൺമെൻറ് സർവീസുകൾ റിലേറ്റീവ്ലി ധാരാളം ഗവൺമെൻറ് ജോബുകൾ പൊതുവെ BComന് കാണാറുണ്ട്. അത് ഉപയോഗപ്പെടുത്താം. ഈ അർത്ഥത്തിൽ നമുക്ക് കോഴ്സുകൾ കാണാം. ബാങ്കിങ്ങും നേരത്തെ പറഞ്ഞ ഇൻഷുറൻസിനും പുറമെ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്, സെക്യൂരിറ്റീസ് മാർക്കറ്റ്, ഷെയർ ബ്രോക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്, ദെൻ ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ, ഒരുപാട് ഏരിയകളിലേക്ക് നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് തലം കഴിഞ്ഞ് മാസ്റ്റേഴ്സിൽ സ്പെഷ്യലൈസ് ചെയ്ത് പോവാം. ഇതിന് പുറമെ BComകാരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ ഗവൺമെൻറ് ജോബുകൾ, ക്ലറിക്കൽ പോസ്റ്റുകളുണ്ട്. BComകാർക്ക് മാത്രമായിട്ട് സ്പെസിഫിക് ആയിട്ട് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷനിൽ പോസ്റ്റുകൾ വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, കേഷ്യർ, ക്ലറിക്കൽ പോസ്റ്റുകൾക്കൊക്കെ BComകാർക്ക് റിലേറ്റീവ്ലി ഗവൺമെൻറ് ജോബ് ഏറ്റവും കൂടുതലുള്ള ഡിഗ്രികളിലൊന്നാണ് BCom. എന്നതുകൊണ്ട് BCom പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് സർവീസുകൾ പ്രിപ്പയർ ചെയ്യാം, ബാങ്ക് ടെസ്റ്റുകൾ എഴുതാം, MBA CAT എക്സാമിനേഷൻ എഴുതി MBA നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാം. പുറമെ കുറേ നാൾ പഠിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഷോർട്ട് ടൈമായിട്ട് ഒട്ടേറെ കോഴ്സുകൾ, ലോജിസ്റ്റിക്സും മെഡിക്കൽ കോഡിങ്ങും ടാക്സേഷൻ, പ്രത്യേകിച്ച് GST ആയിട്ട് ബന്ധപ്പെട്ട സ്പെസിഫിക്കായ പ്രോഗ്രാമുകളുണ്ട്. അത്തരം പ്രോഗ്രാമുകൾ ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മളൊരു വീഡിയോയിൽ ഒതുക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് നേരിട്ട് വന്ന് അന്വേഷിക്കുക. ഇതിൽ തന്നെ നമ്മൾ ഏത് മേഖലയിലാണ് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നറിയാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ ചെയ്യുക, സ്കിൽ ടെസ്റ്റുകളൊക്കെ ചെയ്യുക. ഏത് മേഖലയാണ്, ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിങ് ആണോ, ബിസിനസ് സ്റ്റഡീസ് ആണോ, ഫിനാൻഷ്യൽ സ്ട്രാറ്റജിസ്റ്റുകളാവലാണോ, ആക്ച്വറിയും ബാങ്കിങ്ങും ദെൻ സെക്യൂരിറ്റീസ് മാർക്കറ്റും ട്രേഡിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏരിയയിലേക്ക് പോകണോ, ഡിസൈനിങ് ആണോ നമ്മുടെ ഏരിയ, ലിറ്റിഗേഷൻ ആണോ, സിവിൽ സർവീസിന് സ്കോപ്പ് ഉണ്ടോ എനിക്ക് എന്നർത്ഥത്തിൽ സ്വയം കണ്ടെത്താൻ ഏറ്റവും നല്ല സയൻറ്റിഫിക്കായ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ കണ്ടെത്തി പ്രഗത്ഭരായ കരിയർ കൗൺസിലർമാരുമായിട്ടിരിക്കുക. കരിയർ ഗുരു ഏകദേശം 26 വർഷമായി ഈ ഫീൽഡിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ 50,000-ത്തിലധികം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൗൺസിലിങ്ങുകൾ നടത്തിയത് കൊണ്ട് ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. ഈ അവസരം ഉപയോഗപ്പെടുത്തുക. നന്ദി, നമസ്കാരം. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.